എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാഴയിലയിൽ മീൻ പൊള്ളിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് വാഴയിലയിൽ മീൻ പൊള്ളിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ വാഴയിലയിൽ മീൻ പൊള്ളിക്കാനുള്ള വാഴയില എടുക്കാൻ പോവാം ഗൈസ്. വരും മഴ പെയ്ത് ഞങ്ങളുടെ വാഴയൊക്കെ മറിഞ്ഞു ഗൈസ്. കണ്ട ആ വാഴയാണ്, വലിയ വാഴയാണ്, പക്ഷെ അത് മറിഞ്ഞ് വീണ് പോയി. നമ്മളപ്പോ വാഴയില എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കണം ഗൈസ്. ഇനി അപ്പൊ നമുക്ക് ഈ വാഴയിലൊന്ന് നല്ലതായിട്ട് വൃത്തിയാക്കി കഴുകി നല്ല കുട്ടപ്പനാക്കി എടുക്കാം ഗൈസ്. ഞങ്ങളുടെ തോട്ടിൽ വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട്. ഞങ്ങൾ തോട്ടിലാണ് ഗൈസ് വാഴയില കഴുകുന്നത്. നമുക്ക് ഈ നല്ല സുന്ദരം കുട്ടപ്പനാക്കി എടുക്കാം. മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കത് നല്ലതായിട്ട് കഴുകി നമുക്ക് ഇത് വറുക്കാനായിട്ടുള്ള മസാല പുരട്ടാം. നമ്മൾ വിളമീനാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്യണം. നമ്മൾ മസാല ചേർത്ത് ലേശം മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ വേണ്ട, ഷാലോ ഫ്രൈ ചെയ്ത് നമ്മൾ എടുക്കുവാണ്. അപ്പോൾ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് പൊടിച്ച് വെച്ചത്, ലേശം കുരുമുളക് പൊടി ഇട്ടു, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല ഇടുമ്പോൾ തേച്ച് പിടിപ്പിക്കുക. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് തേച്ച് പിടിപ്പിക്കാം. മസാല എല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കണം. നമ്മളിപ്പോൾ ഇത് പൊള്ളിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിലല്ല, സാധാരണ അല്ലാതെ നമ്മൾ ഇല വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുവാണ്, പൊള്ളിച്ചെടുക്കുവാണ്. അല്ലാതെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചൊന്നും പൊള്ളിക്കുന്നില്ല. ഈ മീൻ തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെ പൊള്ളിക്കാത്തതുകൊണ്ട് ഇത്തിരി ദശക്കനമുള്ള മീനാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിലൊന്ന് പൊള്ളിച്ചെടുക്കുവാണ്. മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നാൽ ഈ മീൻ അടി പിടിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഈ മീൻ എണ്ണയിലൊന്ന് വറുത്തെടുക്കുവാണ്. നമ്മുടെ മീനെല്ലാം നമ്മൾ പകുതി വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ഈ മീൻ വറുത്ത ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഇഞ്ചിയും പച്ചമുളകും ഉള്ളി എല്ലാം കൂടി വഴറ്റിയെടുക്കുവാണ്. ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്ത് ലേശം ഒരു നയം വെള്ളം ചേർത്ത് ഇതിനെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ലേശം വെള്ളം കൂടി നമ്മൾ ഒഴിക്കും. ഇതും നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുവാണ്. കറിവേപ്പില നന്നായിട്ട് ഇതിന് വഴറ്റിയെടുക്കണം. ഇത് നന്നായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കും. മുളക് പൊടിയും അതുപോലെ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കും. നന്നായിട്ട് വഴകട്ടെ. നമ്മുടെ ഉള്ളി ഇതെല്ലാം വഴണ്ടിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി
1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് യോജിച്ച് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഒരല്പം ഒരു മയത്തിന് ഇച്ചിരി വെള്ളം കൂടി ചേർക്കുവാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. ലേശം വെള്ളമയത്തിലാണ് നമ്മളിത് എടുക്കുന്നത്. ഇതിനെല്ലാം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ വാഴയിലോട്ട് ഈ ഒരു ലേശം വെള്ളമയം കൂടി ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ വറ്റിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കാത്തതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചേക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുന്നവർക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചാൽ മതി. വാഴയില വെച്ചിനി ഇത് പറ്റിക്കാൻ പോവാണ്. വാഴയില നമുക്ക് ഈ ചട്ടിയിലേക്ക് വാഴയില ഇറക്കി വെക്കാം. വെച്ച ഉള്ളിയൊക്കെ വഴറ്റിയത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മീൻ ഇതിലോട്ട് പെരക്കി വെക്കുവാണ്. മീൻ അതിലോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അതിലോട്ട് നമുക്ക് എടുത്തു വെക്കാം. നമ്മൾ വറുത്ത് വെച്ച മീനെല്ലാം അതിലോട്ട് ഇട്ടിട്ടുണ്ട്. മീനിട്ടതിന് ശേഷം നമ്മൾ ഈ വാഴയില ഒന്ന് മടക്കിയിട്ട് നമ്മളിതൊന്ന് മൂടുവാണ്. മൂടിയിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ നമ്മളതൊന്ന് വേവിക്കണം. തീയിലൊരു 5 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് ആവി കയറ്റുവാണ്. അപ്പം നമ്മുടെ ഇത് ആയിട്ടുണ്ട്. നല്ല മണമെല്ലാം വരുന്നുണ്ട്. ഈ വാഴയിലയിൽ വെക്കുമ്പോഴുള്ള ഒരു പ്രത്യേക സ്മെല്ല്, അതാണ് ഈ വാഴയിലയിൽ വെച്ചാലുള്ളൊരു പ്രത്യേകത. നല്ല ഒരു വാഴയിലയുടെയും കൂടി ഉണ്ടാവും, നമ്മുടെ കറിയിലേക്ക് പിടിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഒരു 2 അടപ്പ് വിനാഗിരി കൂടി, നമ്മൾ പുളിയൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരു 2 അടപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് നമ്മുടെ കറി അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം വിനാഗിരിയും കൂടി ചേർക്കും. വിനാഗിരി നമ്മൾ ചേർക്കും, നമ്മൾ പുളിയൊന്നും വേറെ ഒരു പുളിയും ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ വിനാഗിരി ചേർത്തത്. നമ്മുടെ കറി നല്ലവണ്ണം വാഴയിലെല്ലാം വാടി അതിൻ്റെ എല്ലാം സ്മെല്ലായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഏത് മീൻ വേണേലും നമുക്ക് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.